വളരെ നന്ദി രവി സാർ, ബാക്കി ആദരണീയ വ്യക്തിത്വങ്ങളെ. അപ്പോൾ ഞാൻ ആരംഭിക്കാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയം. അത് 10-20 വർഷം പഠിപ്പിച്ചു. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിക്ക് വേണ്ടി സിവിൽ എഞ്ചിനീയറിംഗ് കുറച്ച് പാഠഭാഗങ്ങൾ മലയാളത്തിലാക്കേണ്ടി വന്നു. മലയാളത്തിലാക്കുക നല്ല ഇൻറ്ററാക്റ്റീവ് മീഡിയ ഉണ്ടാക്കുക, മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉണ്ടാവേണ്ടിയിരുന്നു. ഇംഗ്ലീഷിൽ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം സാങ്കേതിക പദങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് എല്ലാവരും പഠിച്ചിട്ടുള്ളത്, എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് മലയാളത്തിലാക്കേണ്ടി വന്നപ്പോൾ ഞാൻ ചില പുസ്തകങ്ങൾ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചില പുസ്തകങ്ങൾ വായിച്ചു. ആ പുസ്തകങ്ങളിൽ ഞാൻ MA ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ എനിക്ക് PhD എടുക്കാൻ യാതൊരു പദ്ധതിയില്ലായിരുന്നു. ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ലിംഗ്വിസ്റ്റിക്സിൽ PhD എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. ഈ ഭാഷാന്തരീകരണമാണല്ലോ പ്രധാനമായിട്ടും വിജ്ഞാന മലയാളത്തിലാക്കാനുള്ള മാർഗം. രണ്ട് വെല്ലുവിളിയാണെന്ന് ഘടനാപരമായ വെല്ലുവിളികളുണ്ട്. അത് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല, കാരണം അത് വിഷയമല്ല. ഈ ക്രമത്തിലുള്ള വ്യത്യാസം, നമുക്ക് ഈ ക്രിയാവിശേഷങ്ങൾക്ക് പ്രത്യേകങ്ങളില്ലാത്ത വിഷയം, നമ്മുടെ ആഡ്ജക്റ്റീവ്സ് വിശേഷവാക്യങ്ങളുടെ വ്യത്യാസം, ഇതൊക്കെ വലിയ പ്രശ്നം നമുക്ക് സൃഷ്ടിക്കും. പ്രശ്നം എന്നല്ല, നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഓരോ ഇഷ്യൂസാണ്. അപ്പോൾ പദകോശപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, സാങ്കേതിക പദകോശത്തിൽ ഇംഗ്ലീഷിലെ പലതിനും നമുക്ക് തത്തുല്യമായ പദങ്ങൾ സംസ്കൃതത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. മലയാളത്തിൽ എടുക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ സംസ്കൃത പദങ്ങൾ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്കൃത പദങ്ങളും ഒപ്പം മലയാള പദങ്ങളും ധാരാളം എടുത്തിട്ടുണ്ട്. സംസ്കൃത പദങ്ങൾ എടുത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയം എഴുതുന്ന ആള് ആ വിഷയത്തിൽ വിദഗ്ധനായിരിക്കും, അദ്ദേഹത്തിന് ഭാഷ അറിയില്ലായിരിക്കും. അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനോട് അതിനെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടാണ് ഈ സാധനം സംസ്കൃതത്തിലാക്കി എത്തിക്കുന്നത്. അങ്ങനെ വളരെ വിചിത്രമായ ചില മുമ്പേ ഡിജോയിൻ്റ് സെറ്റിൻ്റെ കാര്യമൊക്കെ രവിശങ്കർ സാർ പറഞ്ഞു. അതേപോലെ സർവേയിങ്ങിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകിച്ച് സർവേ എന്ന ഗ്രന്ഥത്തിൽ റെഡ്യൂസ് ലെവൽ എന്നതിന് റെഡ്യൂസ് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമാണ്. ഓരോ സ്ഥലത്തിൻ്റെയും നിരപ്പ്, ഈ ഭൗമോപരിതലത്തിലെ നിരപ്പ് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ്. ആ ആപേക്ഷിക ഉയരത്തിനാണ് റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്. ഇതിന് സമന്വിത നിരപ്പ് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന വാക്ക്. ഈ സമന്വിത നിരപ്പ് എങ്ങനെ വന്നെന്ന് ഒരു പിടിയുമില്ല. ഈ പുസ്തകം ഞാൻ കുട്ടികളെ പഠിക്കാൻ കൊടുത്തപ്പോൾ കുട്ടികൾ തന്നെ ചോദിച്ചു, ഈ സമന്വിത നിരപ്പ് എന്തുവാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഇത് ആപേക്ഷിക ഉയരമാണ്. അപ്പോൾ ആപേക്ഷിക ഉയരം എന്താണെന്ന് ചോദിച്ച് റിലേറ്റീവാണ്. സാധാരണ നമ്മൾ ഉയരം പറയണമെങ്കിൽ ഒരു ഡേറ്റം സർഫസ്, ഡേറ്റം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന സർഫസ്, ഡത്തം സർഫസ്, അതിന് റിലേറ്റീവായ ഉള്ള ഉയരം, അതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ അതിനുശേഷം അതേ ഇത് തന്നെ റെഡ്യൂസ് ലെവലിൻ്റെ ഡെഫിനിഷന് ഒന്നും മാറ്റണേ. റെഡ്യൂസ് ലെവലിൻ്റെ ഞാൻ ആ ക്രമത്തിലല്ല പറയുന്നത്, ആദ്യം പറഞ്ഞു വരുന്നത്. പോരട്ടെ, ഒന്നൂടെ അടുത്ത സ്ലൈഡ്. അതായത് റിഡ്യൂസ് ലെവൽ ഈസ് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ സർവേ പോയിന്റ് എബോവ് ഓർ ബിലോ എ കോമൺ അസ്യൂംഡ് ഡേറ്റം. ഡേറ്റം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന റെഫറൻസ്, അതിൻ്റെ ഉയരം അറിയാവുന്ന പോയിന്റ്, ആധാരപ്രതലത്തിൽ നിന്നുള്ള ഒരു ബിന്ദുവിൻ്റെ ഉയരമാണ് റെഡ്യൂസ്ഡ് ലെവൽ. അതിനാണ് സമന്വിത നിരപ്പെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഇൻസ്ട്രുമെൻ്റ് ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയും. ഈ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ നമ്മൾ ഒബ്സർവ് ചെയ്യാക്കുള്ളതിൻ്റെ അതിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ലൈന് നമ്മൾ ദൃഷ്ടിപഥം എന്ന് ആണ് സാധാരണ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതിന് സന്ധാന രേഖ, സന്ധാനം പറഞ്ഞാൽ ചേർച്ചാരേഖ, അതിൽ കൂടെ ചേർന്ന് പോകുന്നതുകൊണ്ടായിരിക്കാം പറയുന്നത് എന്ന തർജ്ജമയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ ഇതിലോട്ടൊന്ന് പോണേ. വേറൊരു സമീപകാലത്ത് കണ്ടിരുന്ന പച്ച മലയാളം വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മെച്ചമാവും, ആൾക്ക് മനസ്സിലാവുന്നതാണ്. അത് വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വിഭാഷയാണ്, ഒരു രജിസ്റ്ററാണ്. ആ രജിസ്റ്ററിൽ അല്പം കഠിന പദങ്ങൾ പോലും നമുക്ക് സഹ്യമാവും. മാത്രമല്ല, ഏതെങ്കിലും ഒരു പദം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഫോമും ഉണ്ടായിരിക്കണം. അതിൻ്റെ അഡ്ജക്റ്റീവ് ഉണ്ടാവണം, അതിൻ്റെ നോമിനൽ ഫോം ഉണ്ടാവണം, ഈ
ഈ നോർമലൈസിനെ വീണ്ടും നോർമലൈസ് ചെയ്യാൻ കഴിയണം. ലൈൻ, ലീനിയർനെസ്, ഇതെല്ലാം ലീനിയാരിറ്റി, ഇതെല്ലാം അതിനകത്ത് വരും. ഇത്രയും പദങ്ങൾ അതിൽ നിന്നുണ്ടാക്കാൻ കഴിയണം. നമ്മുടെ മലയാളത്തിലെ തദ്ധിത പ്രത്യയങ്ങൾ വളരെ എണ്ണത്തിൽ കുറവാണ്. ഇപ്പൊക്കെ അങ്ങനത്തെ എന്നൊക്കെ കുറച്ചേ ഉള്ളൂ. അതിൽ തന്നെ തന്മാത്രാ തദ്ധിതങ്ങൾ വളരെ വളരെ കുറവാണ്. മടിയൻ, മടിച്ചി, കരുത്തൻ, കരുത്തൻ്റെ സ്ത്രീലിംഗം എന്താണ്, അതിലേക്ക് നമ്മൾ പിന്നീട് വരും. അപ്പോൾ തൽക്കാലം അത് ഇപ്പോൾ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്നീ രണ്ട് പദങ്ങൾക്ക് ഉള്ള തർജ്ജിമയാണ് കുത്തനെ, വിലങ്ങനെ എന്നാണ്. വിലങ്ങനെ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ, കുത്തനെ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ. ഈ രണ്ട് പദങ്ങൾ മലയാളത്തിൽ അത് ശരിയാണ്. പക്ഷേ ഈ കുത്തനെ എന്നുള്ളതൊരു ക്രിയാവിശേഷണ പദമാണ്. അതിൽ നിന്ന് ഒരു കുത്തൻ എന്നുള്ള ഒരു തന്മാത്രാ തദ്ധിതം ഉണ്ടാക്കാൻ അസാധ്യമാണ്. പക്ഷെ അത് ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ അത് മനസ്സിലാവുമെങ്കിൽ അത് കുഴപ്പമില്ല. കുട്ടികൾക്ക് പോലും ഇത് വിചിത്രമായി തോന്നിയത് കൊണ്ടാണ് അത് പറഞ്ഞത്. കുത്തൻ രേഖ, കുത്തൻ അക്ഷം, പിന്നെ കുത്തൻ ഈ വെർട്ടിക്കൽ സർക്കിൾ എന്നുള്ള കുത്തൻ വൃത്തം, ഇങ്ങനെ പലതും അതിനകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ സർവേയുടെ ബുക്കിനെ മാത്രം മുൻനിർത്തിയാണ് പറയുന്നത്. അപ്പോൾ ഈ പച്ച മലയാളം എന്നുള്ളത് നമുക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. സംസ്കൃതത്തിൻ്റെ സഹായം വേണം. കാരണം സംസ്കൃതം എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി വളരെ റിച്ചായ ലാംഗ്വേജ് ആണ്. നമുക്ക് ഏതും മോർഫോളജി അതിൻ്റെ പ്രത്യേകത തന്നെ ധാരാളമുണ്ട്. പിന്നെ അതിലെ ഈ പ്രക്രിയ കുറച്ചുകൂടെ സങ്കീർണമാണ്. അതുകൊണ്ട് ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കാം. പിന്നെ ഈ സ്വനങ്ങളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. മലയാളത്തിനേക്കാൾ വളരെ കൂടുതലാണ്. ഈ ശുദ്ധമായ മലയാള പദം അല്ലെങ്കിൽ ദ്രവിഡ പദം എന്നൊക്കെ പറയുന്നതിന് ഈ സ്വനങ്ങളുടെ എണ്ണം വളരെ പരിമിതമാണ്. 28-30 ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സംസ്കൃതത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പരിമിതി അതിനകത്തുണ്ടാവും. ഈ വേറെ ഉണ്ട് അച്ചുതണ്ട് എന്നുള്ള വാക്ക് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ആക്സിയൽ ലോഡ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് പറഞ്ഞു, അച്ചുതണ്ടിലൂടെ പോകുന്ന റോഡെന്നാണ് പറയാം. പക്ഷേ ലാറ്ററൽ ടു ദി ആക്സിസ് ഓഫ് ബീം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അവിടെ ബുദ്ധിമുട്ടും. നമ്മൾ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുതണ്ടിന് പാർശ്വികമായി എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മറ്റു രൂപങ്ങൾ, അതായത് അഡ്ജക്റ്റീവ്സ്, വിശേഷക രൂപങ്ങൾ, പിന്നെ നാമങ്ങൾ, വിശേഷങ്ങളിൽ ഉണ്ടാക്കുന്ന നാമങ്ങൾ, അങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ മലയാളത്തിൽ പരിമിതികളുണ്ട്. അതിലൊന്നാണ് സൂചിപ്പിച്ചത്. അടുത്തത് കരുത്തൻ ഉള്ള വാക്ക് ശക്തന് വരെ നല്ലതാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കരുത്തൻ്റെ സ്ത്രീലിംഗത്തെ നിങ്ങൾ എന്തു പറയും? കരുത്ത എന്നൊരു മലയാള പദമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. കരുത്തത്തി എന്ന് പറയണം. കരുത്തത്തി എന്ന് നമ്മൾ പറയുമോ? ഇല്ല. ഇച്ചി ചേർന്ന് കരുത്തത്തി പറയില്ല. അപ്പോൾ മലയാളിക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശക്ത ഇതായി പറഞ്ഞത് കരുത്തൻ ഉപയോഗിക്കരുതെന്നല്ല. ഈ കരുത്തത്തി എന്നുള്ള ഉപയോഗിക്കുന്ന നില വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശക്തൻ തന്നെ ഉപയോഗിക്കുക. കാരണം അതിൻ്റെ സ്ത്രീലിംഗം ശക്ത എന്ന് പറയാം. പിന്നെ വേറൊരു വ്യത്യാസമുള്ള സേഫ്റ്റിയും സെക്യൂരിറ്റിയും. നമ്മൾ രണ്ടും സുരക്ഷ എന്നാണ് പറയുന്നത്. അത് സാധാരണ കോണ്ടെക്സ്റ്റിലൊക്കെ ശരിയാവും. പക്ഷേ അത് ശരിയാവാത്ത കോണ്ടെക്സ്റ്റിലുണ്ട്. ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ആ സെൻറ്റൻസ് വായിച്ചാൽ അറിയാം. ബിൽഡിംഗ് മാനേജ്മെൻറ്റിൽ സേഫ്റ്റി സെക്യൂരിറ്റിയും രണ്ടാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറൽ സേഫ്റ്റിയാണ്. അത് അതിൻ്റെ ഘടനയ്ക്ക് അതിൻ്റെ നിർമ്മിതിയുടെ സേഫ്റ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് ഒരാളുടെ ആക്രമണം ഇത് തടഞ്ഞ് നിർത്തലാണ്. അപ്പോൾ ഇത് സേഫ്റ്റി സെക്യൂരിറ്റിയും രണ്ട് വാക്ക് വേണം. പക്ഷേ രണ്ട് വാക്കില്ല. നമ്മൾ ഇൻ്റർനെറ്റിൽ തിരഞ്ഞാലും ഞാൻ എങ്ങും കണ്ടില്ല ഒരു വാക്ക് പോലും. അപ്പോൾ ഒന്നുകിൽ അഭിരക്ഷയാവാം, അഭിരക്ഷിതത്വം ആകാം, അല്ലെ പരിരക്ഷിതത്വം ആവാം, സുരക്ഷയും സംരക്ഷണവും ചിലർ പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിലേതെങ്കിലും ഒരു വാക്ക് പരിഗണിച്ച് തന്നെ മാനകീകരിക്കണം. അടുത്ത വാക്ക് ഇൻ്റർവ്യൂവർ, ഇൻ്റർവ്യൂയി. ഇത് 3-4 വർഷം മുമ്പ് ഒരാൾ ചോദിച്ച ഈ കുട്ടികളുടെ മാഗസിനിൽ എഴുതാൻ വേണ്ടി ചോദിച്ചാൽ. അപ്പോൾ ഇതിന് നെറ്റിലൊക്കെ ഞാൻ അന്നു മുതൽ അന്വേഷിക്കുന്ന നെറ്റിലൊന്നും ഒരു വാക്കുമില്ല. അഭിമുഖകാരൻ, അഭിമുഖം ചെയ്യുന്ന ആൾ, അഭിമുഖം കൊടുക്കുന്ന ആൾ, അഭിമുഖദാതാവ്. ഇത് പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞാൽ സംസ്കൃതത്തിന് അതിനുള്ള ശക്തിയുണ്ട്. ഇങ്ങനെയുള്ള സമസ്ത പദങ്ങൾക്ക് അർത്ഥബോധം ഉണ്ടാക്കാനുള്ള ശക്തിയുള്ള സമസ്ത പദങ്ങൾ ഉണ്ടാക്കാൻ സംസ്കൃതത്തിന് നോക്കും. മലയാളത്തിന് അത്രത്തോളം ശക്തിയില്ല. പിന്നെ വേറൊരു സമീപനമാണ് ചില പദങ്ങളെ, പ്രത്യേകിച്ച് ശാസ്ത്രമേഖലയുടെ പദങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യാനേ ഒക്കില്ല എന്ന മട്ടിൽ.
ഉദാഹരണമായിട്ട് ടോപ്പോളജി എന്നൊരു ശാസ്ത്രശാഖയാണ്, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ ഒരു ശാസ്ത്രശാഖയാണ്. അത് മറ്റൊന്നുമല്ല, സ്ഥലത്തിന് ഒരു സാധനത്തിന് ഡീഫോം ചെയ്താലും അതിനകത്ത് ലൊക്കേഷന് മാറ്റമുണ്ടാവാത്ത അവസ്ഥ, അതിനാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതിന് ഈ ടോപ്പോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗ്രീക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് എന്നേ അർത്ഥമുള്ളൂ. ഈ ടോപ്പോളജി എന്നുള്ള വാക്ക് ട്രാൻസ്പെറൻറ്റേ അല്ല. ടോപ്പോളജി അല്ല, ടോപ്പോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വലിയ കാര്യമായ ബന്ധമൊന്നുമില്ല, ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് ഗണിതശാസ്ത്രം, മുമ്പ് സാറ് പറഞ്ഞ ഗണിതശാസ്ത്ര നിഘണ്ടുവിൽ ടോപ്പോളജി തന്നെ എഴുതുന്നത്. ഡിസ്റ്റിങ്ക്റ്റ് സെറ്റൊക്കെ അസംബന്ധമാക്കിയ ആളുകൾ അത് ടോപ്പോളജി തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ സമയം ഇപ്പോഴത്തെ ഈ ശാസ്ത്രശാഖയുടെ പേര് മലയാളത്തിൽ തന്നെ വേണം, കഴിയുന്നത്ര. പിന്നെ സാങ്കേതിക പദം, ഇപ്പം ലെവൽ എന്നുള്ള പദം, ലെവൽ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ ഉപയോഗിക്കും, ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് അങ്ങനെയൊക്കെ. അത് മലയാളത്തിലാക്കണമെന്നില്ല, അത് എല്ലായിടത്തും അത് പറയുന്നത് ലെവൽ എന്നാണ്. ലെവൽ മാത്രമല്ല, ലെവലിൻ്റെ നിരപ്പെന്നാണ് നമ്മുടെ ഭാഷാശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ നിരപ്പ് എന്നുള്ള പദം അവിടെ ചേരത്തില്ല. നിരപ്പെന്ന് പറഞ്ഞാൽ നിരപ്പായ പ്രതലം ഒരു ഭൗതികമായ മൂർത്തമായ വസ്തുവാണ്. അപ്പോൾ ഉയർന്ന നിലയിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് കമ്പ്യൂട്ടർ പറയുമ്പം ഉയർന്ന നിരപ്പിലുള്ള ലാംഗ്വേജ് പറയത്തില്ല, ഉയർന്ന നിലയിൽ ഉന്നത നിലയിലുള്ള ഭാഷകളെന്നേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഒരു പ്രശ്നം പറഞ്ഞാൽ ഈ പ്രായോഗിക വ്യാകരണങ്ങളുടെ ഒരു അഭാവം ഉണ്ട് മലയാളത്തിന്. ഞാൻ കുറച്ച് വാക്യങ്ങൾ പണ്ട് മുമ്പ് ഏറ്റവും അവസാനം വളരെ ഒരു 6 മാസം മുമ്പ് ഞാൻ ഒരു സർവേ നടത്തിയാണ്. കുറച്ച് വാക്യങ്ങൾ എഴുതി. ഈ വാക്യങ്ങൾ തെറ്റോ ശരിയോ എന്ന് പറയാനാണ്. സാധാരണ പല പ്രായത്തിലുള്ളവർക്ക് ഇത് അയച്ചു കൊടുത്ത് കേരളത്തിലെ 3 ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ, 4 ഭാഗത്തു നിന്നും. ഇതിൽ അഭിപ്രായ ഐക്യമേ ഉണ്ടായിട്ടില്ല. നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക, ഇതിൽ ഏതെങ്കിലും വാക്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേണമെങ്കിൽ എല്ലാവരും ഏതെങ്കിലും മരത്തിൽ കയറി. അല്ല, അതിന് ഒരു ഡെഫിനറ്റായിട്ടൊരു ഉത്തരം പറയാൻ ഒക്കത്തില്ല. കാരണം ഇത് ആളുകളുടെ ഇഷ്ടമാണ്. ഇതിൽ പ്രശ്നമായിട്ടുള്ളത് ഈ എന്നുള്ളതാണ്. ആരും വന്നു എന്ന് നമ്മൾ പറയത്തില്ല, ആരും വന്നില്ല എന്ന് പറയും. അത് നെഗറ്റീവ് പോളാരിറ്റി ഐറ്റംസ് ആണ്. ഈ എന്നുള്ളതാണ് മലയാളിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. പലരും ഏതെങ്കിലും മരത്തിൽ കയറി എന്നുള്ളത് തെറ്റാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്ന് ഭേദമില്ല, തെറ്റാന്ന് പറയുന്ന മലയാളികളുണ്ട്. പക്ഷേ ഇത് നമുക്കൊരു വ്യാകരണ ഗ്രന്ഥത്തിൽ ഇതിന് ഉത്തരം കിട്ടത്തില്ല. ഇങ്ങനെ ഒന്ന് മലയാളത്തിനുണ്ട്. ഈ നെഗറ്റീവ് പൊളാരിറ്റി ഐറ്റംസ് എന്നുള്ളത് മലയാളത്തിനുണ്ട് എന്നുള്ള ധാരണ പോലും നമ്മുടെ പ്രായോഗിക വ്യാകരണത്തിലില്ല. മറ്റേ സൈദ്ധാന്തിക വ്യാകരണത്തിൽ പറഞ്ഞാൽ ഒന്നും മലയാളത്തിൽ എഴുതിയിട്ടുള്ള, അല്ലെ ഇംഗ്ലീഷ് എഴുതിയിൽ പലതിലും ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പരിമിതികൾ. അപ്പോൾ ഈ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഒക്കായികയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഭാഷയിൽ ആണ് എന്നുള്ളൊരു വാക്കേ ഇല്ല. ആന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതാന്നു, ഇത് ആന്നു എന്നൊക്കെയാണ്. പക്ഷേ നമ്മളിവിടെ സംസാരിക്കുക ഞാൻ ഒരൊറ്റ ആന്നു പോലും പറഞ്ഞില്ല. അതുപോലെ ഒക്കില്ല എന്ന് ഞങ്ങൾ പറയത്തില്ല, ഒക്കത്തില്ല, പോകത്തില്ല, കൊല്ലത്തില്ല, ഇങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒക്കില്ല, പോകില്ല എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ മാനകീകരണം ഒക്കും, അതിന് ഒരളവ് വരെ ഒക്കും. ഒരുപാട് ഇതിലൊക്കെ മൗലികവാദപരമായ ഒരു സമീപനം, ഒരുപാട് അങ്ങ് മാനകീകരണത്തിനൊക്കത്തില്ല, ഭയങ്കരമായ ഒരു എക്സ്ട്രീം നമ്മൾ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല. വളരെ ഇതിലെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് കുറച്ചുകൂടെ ആയിട്ടെടുക്കണം. എടുത്തു കഴിഞ്ഞാൽ ഇത് ഒക്കും, മാനകീകരണം ഒക്കും. ഒരു പരിധി വരെ എന്തും ഒക്കുള്ളൂ ഭാഷയിൽ പരിഷ്കാരം. ഇത്രയുമേ ഉള്ളൂ. വളരെ നന്ദി.